ഹലോ എവ്രിബഡി, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്പന്ദനം പ്ലസ് ഹെൽത്ത് ടിപ്സിൽ ഞാൻ നിങ്ങളോടൊപ്പം ഡോക്ടർ സ്വീറ്റി, ഗൈനക്കോളജിസ്റ്റ്, പുനർജനി ഹോസ്പിറ്റൽ. ഇന്ന് ഒരു സ്ത്രീകളുടെ വിഷയം തന്നെ എടുക്കാം. സ്ത്രീകളിൽ വരുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ യോനി ഭാഗത്ത് വരുന്ന വെജൈനൽ ഇൻഫെക്ഷൻ. അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് പലർക്കും കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ചിലർക്ക് വന്നിട്ട് യൂട്രസ് എടുത്ത് മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ മിക്കവാറും ഇൻഫെക്ഷൻ വളരെ അങ്ങ് കാലം കൂടി പോകുമ്പോഴത്തേക്ക് അത് ട്യൂബുകൾ, ഫെലപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്യൂബിനെ വന്നിട്ട് ശരിക്കും പ്രോബ്ലമായിട്ട് വരാനുള്ള ട്യൂബിൽ ശരിക്കും കുട്ടി ട്യൂബിലായി പോവും. ശരിക്കും തുടക്കം എപ്പോഴും താഴെ യോനി ഭാഗത്തു നിന്നായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും മാറില്ല. അത് മാത്രമല്ല, ഹസ്ബൻഡും വൈഫ് രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുകയും വേണം. ഈ ഇൻഫെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? ഇപ്പോൾ വെള്ളപ്പോക്ക് കൂടുതലായിട്ട് വരിക, അതിൽ ആ യോനി ഭാഗത്തോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്തോ ചൊറിച്ചിൽ തോന്നിക്കുക. പിന്നെ അതുപോലെ തന്നെ വെള്ളം മാറിയിട്ട് ഒരുതരം മഞ്ഞ ദ്രാവകം വന്നിട്ട് സ്മെല്ല് വരിക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ വളരെ കൂടിയ അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. സോ ഈ അണുബാധയെ തടയാൻ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ ഓരോ പ്രാവശ്യവും ടോയ്ലറ്റിൽ പോകുമ്പം നമുക്ക് ഉപയോഗിക്കുന്ന ഹൈജീൻ വാഷ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഹൈജീൻ വാഷ് നമുക്ക് എല്ലാ ടൈം ടോയ്ലറ്റിൽ പോകുമ്പോഴും അത് വെച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് യോനി ഭാഗവും യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലവും അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ അത് ഒരു റുട്ടീനാക്കുക. അപ്പം ഈ അണുബാധ വരുന്നതിന് തടയാൻ പറ്റും കുറച്ചധികം. പിന്നെ പീരിയഡ്സ് ടൈമിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തുണിയായാലും അല്ലെങ്കിൽ കഴിവതും തുണി ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ, ചെറുപ്പക്കുട്ടികൾക്കൊന്നും തുണി കൊടുക്കാതിരിക്കുക. ഓവർ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലർ തുണി ഉപയോഗിക്കും. അതിനേക്കാളും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്, ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഈ ഡിസ്പോസിബിളായിട്ടുള്ള നാപ്കിൻസ്, പാഡ്സ് അത് തന്നെ കഴിവതും ഉപയോഗിക്കുക. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ 3-4 മണിക്കൂറിനിടയിലെങ്കിലും അത് മാറ്റാൻ ശ്രമിക്കണം. കാരണം ഈ രക്തം കെട്ടി നിൽക്കുന്ന പാഡ് കുറേ നേരം ദേഹവുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുമ്പം തീർച്ചയായിട്ടും ആ രക്തത്തിൻ്റെ കെട്ടിയ രക്തത്തിൻ്റെ ഇതിൽ നിന്നും അണുബാധകൾ യോനി ഭാഗത്തിനെയും ഗർഭപാത്രത്തിനെയും തീർച്ചയായിട്ടും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ആ സമയത്ത് ഗർഭപാത്രം തുറന്നു ഇരിക്കുമായിരിക്കും, ഈ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പം ഈ അണുക്കൾക്ക് അകത്ത് പോയി അവിടെ ഓരോരോ സ്ഥലത്ത് താമസം ചെയ്യാനും എല്ലാം എളുപ്പമായി. സോ ഈ പീരിയഡ് ടൈമിൽ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട്. പിന്നെ പീരിയഡ് സമയത്ത് ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല ഭാര്യ ഭർത്താവ് ദമ്പതികൾ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് ഷുവറായിട്ട് ഒരു ഇൻഫെക്ഷൻ പ്രോബ്ലമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് വളരെ ഹൈജീനിക്കായിട്ട് ഇരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ക്ലീൻ ചെയ്യുന്നത് കാര്യത്തിലും വളരെ ഹൈജീനിക്കായിട്ടിരിക്കുക. അതേപോലെ നമുക്ക് ഈ പാഡ് മാറ്റുന്നത്, അതേപോലെ ആ സമയത്ത് യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് കഴിവതും ഡെറ്റോളിലോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റെറിലൈസിങ് സൊല്യൂഷനിൽ ഇട്ടിട്ട് അത് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് അതിനെ കംപ്ലീറ്റായിട്ട് നനച്ച് മുഴുവനായിട്ട് അത് ഡ്രൈ ആയതിനു ശേഷമേ പിന്നെ ഉപയോഗിക്കാവൂ. സോ അപ്പോൾ കുറേയധികം നമുക്ക് ഇൻഫെക്ഷന് വളരെ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ അണുബാധ ഏത് തരത്തിലുള്ളതായാലും നമുക്കതിനെ ചെറുക്കാൻ പറ്റും. അത് നമ്മളിലുള്ള വൃത്തിയും ശുദ്ധിയും, അതേപോലെ നമ്മൾ ഹൈജീൻ മെയിൻ്റനൻസ് എങ്ങനെ നമ്മുടെ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. അതേപോലെ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളോ ഒക്കെ. അപ്പം നമുക്ക് ചെയ്യാന്നുള്ളത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം, ഈ അണുബാധയൊക്കെ ഒഴിവാക്കാനായിട്ട്. മൂത്രത്തിൽ വരുന്നതായാലും യൂറിനറി ഇൻഫെക്ഷൻ ആയാലും അല്ലാത്ത ഈ യോനിയിൽ വരുന്നതായാലും. സോ അപ്പോൾ 3 ലിറ്റർ വെള്ളം എങ്ങനെ കുടിക്കും എന്ന് പലരും ആലോചിക്കും. പലരും പറയാതെ ഞങ്ങൾക്ക് നടക്കത്തില്ല, ഓഫീസിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നുള്ളത്, രാവിലെ എണീറ്റതും ഒരു 1/2 ലിറ്റർ, അപ്പം നമുക്ക് തന്നെ 1 ലിറ്റർ ബോട്ടിലുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ 1/2 ലിറ്റർ എണീറ്റതും കുടിക്കുന്നത് ദേഹത്തിനകത്തുള്ള എല്ലാ അവയവങ്ങൾക്കും വളരെ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ പോകുന്നതിന് മുമ്പേ ഒരു 1/2 ലിറ്ററും കൂടെ കുടിച്ചിട്ട് പോവാം. 1 ലിറ്റർ ബോട്ടിലുള്ളത് കയ്യിൽ ഹാൻഡ് ബാഗിലോ കൊണ്ടുപോകാം. അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ 1 ലിറ്റർ ബോട്ടിലിൽ കുടിച്ച് തീർക്കാം. മേ ബി 4 മണി വരെയോ 5 മണി വരെയോ ആയിരിക്കും വൈകിട്ട്. അത് കഴിഞ്ഞ് 5 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അതൊരു ദിനചര്യയാക്കണം. അത് കഴിഞ്ഞ് 5 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 1 ലിറ്റർ ബോട്ടിലിൽ നമുക്ക്
5 മണി തൊട്ട് 7 മണിക്കുള്ളിൽ, ഒരു 7 മണിക്കുള്ളിൽ അത് കംപ്ലീറ്റ് കുടിച്ച് തീർക്കണം. 6, 6, 7 മണിക്കുള്ളിൽ എന്ന് വെച്ചാൽ ഒരു 8, 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും യൂറിൻ പാസ് ചെയ്ത് കംപ്ലീറ്റ് തീരും. കിടക്കാൻ സമയത്ത് അതൊരു പ്രശ്നമായി വരില്ല. സോ അപ്പോൾ ഇപ്പോൾ എങ്ങനെ 3 ലിറ്റർ കുടിക്കണം ജോലിക്ക് പോണവരാണെങ്കിലെന്ന് മനസ്സിലായി കാണുമല്ലോ. അതേസമയം വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ, വീട്ടിൽ മാത്രം ജോബിന് പോണില്ല, ഹൗസ് വൈഫ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 3 ലിറ്ററിൻ്റെ ഇതെടുത്ത് വച്ചേക്കാം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു അളവുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കുടിക്കുള്ളൂ. 3 ബോട്ടിലാക്കി വെക്കുക. ഈ പറഞ്ഞ പോലെ വൈകിട്ട് 5:30, 6 മണിക്കുള്ളിൽ ഈ 3 ബോട്ടിലും കുടിച്ച് തീർക്കുക. ഇത് നമ്മൾ കുടിക്കുന്ന ചായ, കാപ്പി, ജ്യൂസ് അതെല്ലാത്തിനും പുറമേ 3 ലിറ്റർ കമ്പൽസറിയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞു വന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇങ്ങനെ എന്നിട്ടും യോനിയിൽ ഇൻഫെക്ഷൻ ഒന്നും ചിലപ്പം ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടാം, ഭാര്യയിൽ നിന്ന് ഭർത്താവിലും കിട്ടാം. സോ അങ്ങനെ ഒരു ഇത് വരുമ്പം ആദ്യം ചെയ്യേണ്ടത് രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു നല്ല ആൻറ്റിബയോട്ടിക്കുകൾ ചേർന്നിട്ടുള്ള ഒരു കിറ്റ് പോലത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ 2 പേർക്കും കൊടുക്കുക. അതേപോലെ ഉള്ളിൽ വെക്കാനുള്ള ഗുളിക സ്ത്രീകൾക്കുണ്ട്. പിന്നെ ഈ വാഷ് കൊടുക്കാം, ഹൈജീനിക് വാഷ് കൊടുക്കാം, ക്രീംസ് ഉണ്ട്, അതും ഇടാൻ കൊടുക്കാം. സോ ഇതെല്ലാം നമുക്ക് റെഗുലാരിറ്റിയിൽ വേണം. ചിലർക്കൊക്കെ 2 ആഴ്ച തോറും കൊടുക്കേണ്ടി വരും, മേ ബി നല്ല ഇൻഫെക്ഷൻ ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് നമുക്ക് മന്ത്ലി വൺസ് എങ്കിലും ഒരു 3-4 പ്രാവശ്യം ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പൂർണ്ണമായിട്ടിത് മാറിക്കിട്ടും. അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല വിട്ട് പോവുകയാണെങ്കിൽ സ്വയം ട്രീറ്റ് ചെയ്യാൻ, ഇതിന് മാത്രം സ്വയം ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ പ്രശ്നവും വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒട്ടും നിസ്സാരമല്ലാത്ത ഒരു കാര്യമാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന യോനിഭാഗത്തുള്ള അണുബാധ. അതുകൊണ്ട് അത് ചിലപ്പം എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി ബ്ലാഡറും കിഡ്നിയൊക്കെ വരെ ബാധിക്കാം. അതേപോലെ ഗർഭപാത്രത്തിനെയും ട്യൂബുകളെയും ഒക്കെ ബാധിക്കുന്നതാണ്. ആ ഒരു സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ വെള്ളപ്പോക്കും ചൊറിച്ചിലും ഒക്കെ കാണുമ്പോൾ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ട് മരുന്ന് വാങ്ങിക്കുക. അത് ഹസ്ബൻഡിനും കൂടെ ട്രീറ്റ് ചെയ്യുക. റൂട്ടീനായിട്ട് അത് കറക്റ്റായിട്ട് കഴിച്ച് അത് കംപ്ലീറ്റ് മാറുന്നവരെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ അണുബാധ എന്ന് പറയുന്നത് നിസ്സാരം ഒരു സംഭവമല്ല, സ്വയം പോയി മരുന്ന് വാങ്ങിച്ചിടേണ്ട ഒരു കാര്യമല്ല. വളരെ കാര്യമായിട്ട് തന്നെ എന്ത് അസുഖത്തിനെയും ചികിത്സിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അണുബാധ മാറുകയും ചെയ്യും. പിന്നെ വരുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം മിക്കവാറും എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി ഒരിക്കൽ വേറെ ഒരു നല്ലൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും.